മുണ്ടൂർ ഇടവകയിൽ പുതുതായി സ്ഥാപിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള കപ്പേളയുടെ ആശീർവാദം ഒക്ടോബർ 4 വെള്ളിയാഴ്ച നടക്കും. മുണ്ടൂർ ഇടവകയിലെ ഏറ്റവും മുതിർന്ന വൈദികനായ ഫാദർ ജോയ് ഫ്രാൻസിസ് എടക്കളത്തൂർ തന്റെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ 56-ാം വർഷത്തിൽ കപ്പേളയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഇടവകയ്ക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മുണ്ടൂർ കൃഷിഭവൻ റോഡിൽ നടക്കുന്ന ചടങ്ങിൽ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കപ്പേളയുടെ ആശീർവാദം നിർവഹിക്കുകയും ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ അറിയിച്ചു. മുണ്ടൂർ കർമ്മലമാത ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ വൈദികനാണ് ഫാദർ ജോയ് ഫ്രാൻസിസ് എടക്കളത്തൂർ. അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഇപ്പോൾ 56 വർഷം തികയുകയാണ്. അതിന് ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം ഈ ഇടവകയ്ക്ക് സമർപ്പിക്കുന്ന ഒരു ഉപഹാരമായിട്ടാണ് സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിൽ ഈ കൃഷിഭവൻ റോട്ടിൽ ഒരു പുതിയ കുരിശുപള്ളി പണി തീർത്തിരിക്കുന്നത്. വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ പണികളൊക്കെ തീർത്തിട്ടുള്ളത്. കാരണം ഒക്ടോബർ 4-ാം തീയതി ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ്റെ തിരുനാൾ ദിവസമാണ്. അന്ന് അത് ഉദ്ഘാടനം ചെയ്യാൻ തൃശ്ശൂർ രൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവാണ് വൈകുന്നേരം 6:30 ഇവിടെ സ്ഥലത്തെത്തിച്ചേരുക. ഈ കുരിശുപള്ളിയിൽ തന്നെ അന്ന് കുർബാനയും ഉണ്ടായിരിക്കും. ആഘോഷമായ പരിപാടികളാണ്. പിന്നീട് പൊതുസമ്മേളനമുണ്ട്. അതിനുശേഷം സ്നേഹവിരുന്ന് നടത്തുന്നുണ്ട്. ഇടവകക്കാരെ കൂട്ടമായി പങ്കെടുക്കുന്ന വൻ പരിപാടികളാണ് കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എടക്കളത്തൂർ ഫാമിലിയുടെ കൂടി ഒരു സംരംഭമായിട്ട് ആ ഫാമിലിയിലുള്ള ഡോക്ടർ ബിനോയ് ബേബി മെഡിക്കൽ കോളേജിൽ പ്രൊഫസറാണ്. അദ്ദേഹം ഇതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ യൂണിറ്റിലെ പ്രസിഡന്റ് ഞാനാണ്. സെക്രട്ടറി ശ്രീ ഫ്രാൻസിസ് വാഴപ്പള്ളിയുണ്ട്. മറ്റു കമ്മിറ്റി കൺവീനർമാരുണ്ട്. ഇടവക ട്രസ്റ്റി ശ്രീ ആലപ്പാട്ട് ജെയിംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൗരോഹിത്യ ജീവിതത്തിന്റെ 56-ാം വർഷത്തിലെത്തി നിൽക്കുന്ന ഫാദർ ജോയ് ഫ്രാൻസിസ് എടക്കളത്തൂർ ഇപ്പോൾ ഉള്ളത് തൃശൂർ അതിരൂപതയുടെ പ്രീസ്റ്റ് ഹോമിലാണ്. മുണ്ടൂർ കൃഷിഭവൻ റോഡിൽ സെൻറ്റ് ഫ്രാൻസിസ് അസീസി കപ്പേളയുടെ വെഞ്ചരിപ്പും പ്രഥമ ദിവ്യബലി അർപ്പണവും ഒക്ടോബർ 4 നടക്കുകയാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തന്റെ നാമഹേതുക വിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിൽ തന്നെ കപ്പേള സ്ഥാപിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഫാദർ ജോയ് ഫ്രാൻസിസ്. ബഹുമാനപ്പെട്ട ജോയ് എടക്കളത്തൂർ അച്ഛൻ്റെ നാമഹേതു തിരുനാളായി ആഘോഷിക്കുന്ന വിശുദ്ധൻ്റെ നാമധേയത്തിൽ തന്നെ നമുക്ക് ഒരു കപ്പേള നിർമ്മിക്കാൻ സാധിച്ചതും വിശുദ്ധൻ്റെ തിരുനാൾ ദിനമായ ഒക്ടോബർ 4 കുദാശകർമ്മം നടത്തുവാൻ സാധിക്കുന്നതും ഒരു അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു. സെയിന്റ് അൽഫോൺസ, സെയിന്റ് അഗസ്റ്റിൻ, ക്രൈസ്റ്റ് ദ കിങ്, ഇൻഫന്റ് ജീസസ് എന്നീ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് തിരുക്കർമ്മങ്ങളും ആഘോഷ പരിപാടികളും നടക്കുന്നത്. മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാവിൻ പള്ളിയിൽ നമ്മുടെ കൃഷിഭവൻ മേഖലയിൽ സ്ഥാപിതമാവുന്ന ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ്റെ കുരിശുപള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം നാളെ നടക്കുകയാണോ എല്ലാവർക്കും അറിയാമല്ലോ. ഈ പരിപാടിയിലേക്ക് ഇടവകയിലെ എല്ലാ ജനങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ പേരിൽ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുണ്ടൂർ മൗണ്ട് കാർമൽ ഇടവക വികാരി ഫാദർ ബാബു അപ്പാടൻ, സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ജനറൽ കൺവീനർ സൈമൺ ചിറമൽ, ഇടവക ട്രസ്റ്റി ജെയ്സൺ ജോൺ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികളായ ജെയിംസ് ആലപ്പാട്ട്, CL ലോനപ്പൻ, പിൻസി പ്രിൻസ്, ഫ്രാൻസിസ് വിജയ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളായി ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ATK ന്യൂസ്.